ഹായ്, ഞാൻ രൂപൻ ഫിലിപ്പോസ്, റിക്രൂട്ടർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തിരുവല്ലയിലുള്ള ഒരു ബ്രാൻഡഡ് ഷോറൂമിലും ഒരു മീഡിയം ലെവൽ ഷോറൂമിലും ഒരു ഷൂസ് മേടിക്കാൻ പോയുണ്ടായ ഒരു അനുഭവമാണ്. ഈ രണ്ട് കടയിലും കയറി ചെന്ന് സാധനം മേടിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ബിഹേവിയറിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. ആദ്യം ഞാൻ ചെന്നത് ഒരു ബ്രാൻഡഡ് ഷോറൂമിലാണ്. ബ്രാൻഡഡ് ഷോറൂമിൽ ആകെ രണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് മാത്രമേ ഉള്ളൂ. അതിൽ ഒരാൾ മൊബൈൽ യൂസ് ചെയ്യുന്നു, മറ്റൊരാളെന്തോ അത് റാക്കിൽ അടുക്കി വെക്കുന്നു. അപ്പം വന്നോണ്ടേ ആ സെയിൽസ് എക്സിക്യൂട്ടീവ് കയറി ചെന്നു. വന്നോണ്ടേ അയാള് ആ മുഖഭാവം കൊണ്ട് എന്ത് വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, നമ്മള് എന്താ വേണ്ടത് ഇങ്ങനെ തലയിട്ട് കാണിക്കുന്നില്ല, എന്ത് വേണമെന്നുള്ളത്. അപ്പം നമ്മൾ എനിക്കൊരു ഷൂ ആണ് വേണ്ടത്, ലേസ് ഇടുന്ന ടൈപ്പില് ബ്ലാക്ക് കളറിലെ ഒരു ഷൂ വേണമെന്നുള്ളത്. അപ്പം ആ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നെ കൊണ്ടുപോയി ഇങ്ങനെ റാക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ബ്ലാക്ക് കളറിലെ ഷൂ, ഇതെല്ലാമാണ് ഇരിക്കുന്നത്. അപ്പം ആള് സൈസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല. ഈ റാക്കിലുള്ള ഷൂ എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് ഷൂ. നമ്മളെന്റെ സൈസ് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ സൈസ് റാക്കിലില്ലാതെ പാക്കറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നു, അത് തുറന്ന് താഴോട്ടിട്ടു. അപ്പം പിന്നെ ഞാനാണ് ആ ഷൂ എടുത്ത് എന്റെ സൈസിൽ ചെക്ക് ചെയ്ത് ഓക്കെ ആണോ അല്ലയോ എന്ന് നോക്കിയത്. അതുവരെ ആ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യങ്ങളും ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്തു തന്നില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കി വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ എല്ലാം ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ തൊട്ടടുത്തുള്ള ഒരു മീഡിയം ലെവൽ റേഞ്ച് ഉള്ള ഒരു കടയിലൂടെയായിരുന്നു. അപ്പം അവിടെ ഓണറും ഉണ്ട്, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പം ഓണർ അവിടെ ഇരിക്കുന്നു, നമ്മളോട് വന്നോണ്ട് നമ്മളെ ചിരിച്ച് കയറി എന്ന് പറയുന്നു. അപ്പൊ സെയിൽസ് എക്സിക്യൂട്ടീവ് അവിടെ ഇരുന്ന ആള് എഴുന്നേറ്റ് ഓടി നമുക്ക് ഡോറ് തുറന്നു തന്നു. അപ്പം ചോദിച്ചു, നമ്മൾ സാറേ എന്താണ് വേണ്ടത്? ഷൂ വേണം, ബ്ലാക്ക് കളറാണ്, ലേസ് ഉള്ള ടൈപ്പാണ്. അപ്പൊ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓരോ ഡിസൈനും പോയിന്റഡ് ബാക്കി കാര്യങ്ങളെല്ലാം എടുത്തു തന്നു. ഓരോ ഡിസൈനും നമ്മളെ അവിടെ ഇരുത്തി നമ്മുടെ ഷൂവിന്റെ നമ്മളെ കെട്ടിത്തന്ന് നമ്മളെ ഒന്ന് രണ്ട് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ച് എങ്ങനെ കംഫർട്ടബിൾ ആണോ അല്ലയോ നോക്കാൻ വേണ്ടി നടത്തിച്ച് അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് ഉള്ള, ഇഷ്ടപ്പെട്ട അളവില്, ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള ഷൂ നമുക്ക് എടുത്തു തന്നു. അതിനുശേഷം ആള് നമ്മോട് ചോദിച്ചു, അതിനുള്ള പോളിഷ് ചെയ്യാനുള്ള ഷൈനർ ഉണ്ടോ ചോദിച്ചു. അപ്പം ഷൈനർ എന്റെ ഇല്ലായിരുന്നു. അപ്പം ആ ഷൈനർ വന്ന് അത് നമ്മളെ പോളിഷ് ചെയ്ത് കാണിച്ചു. അതിനുശേഷം ആ ഒരു ഷൈനറും എടുത്തു, പിന്നെ ഒരു സോക്സും എടുത്തു. അപ്പം ഈ രണ്ട് പേര് ഉണ്ടായ ഒരു ബിഹേവിയർ എനിക്ക് തോന്നിയത്, ആദ്യത്തെ ഉള്ള ആ ഒരു ഷോപ്പിൽ, ബ്രാൻഡ് ഷോറൂമിൽ അവരെ മോണിറ്റർ ചെയ്യാനൊന്നും ആരില്ല. സെൻട്രലി ഉള്ള ഒരു ഇത് മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. അവർക്ക് നോർമലി ബ്രാൻഡഡ് ആയതുകൊണ്ട് കസ്റ്റമേഴ്സ് വരും, നോർമലി സെയിൽ നടക്കും എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കും ആ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മളെ എത്രയ്ക്കും എന്റർടൈൻ ചെയ്യാൻ തയ്യാറാത്തത്. മറ്റേ ഷോറൂമിലാണെങ്കിൽ ഓണർ ഇരിപ്പുണ്ട്. കാരണം ഒരാൾ ഇറങ്ങി പോകുമ്പോൾ ഓട്ടോമാറ്റിക് ഓർഡർ അയാൾ ആ കസ്റ്റമർ എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം സെയിൽസ് എക്സിക്യൂട്ടീവിനെ ഒരാൾ മോണിറ്റർ ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മളോട് അത്രയും നല്ല ബിഹേവിയറിൽ കാര്യങ്ങൾ തന്നു. നമുക്ക് ആ ഷൂവിൽ ഫുള്ളി നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചതും ബിഹേവ് ചെയ്തതും. ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക, നമ്മളെ ഒരാള് മെഷർ ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ഒരാൾ നമ്മളെ മെഷർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റിയും കൂടും, അതിനെ നമുക്ക് ഇംപ്രൊവൈസേഷൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും.